നമ്മുടെ നായകൻ സൂര്യ അഭിനയിക്കുന്ന പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിൽ പുറത്തു വന്നിട്ടുണ്ട്. നടിപ്പിൻ നായകൻ സൂര്യ. കഴിഞ്ഞ പടത്തിൻ്റെ ക്ഷീണം തീർക്കുക എന്നുള്ളത് സൂര്യ ആരാധകരെ സംബന്ധിച്ച് ഭയങ്കര പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അപ്പോഴാണ് ഇതിൻ്റെ ടൈറ്റിൽ എന്താണെന്നറിയാനുള്ള ആകാംക്ഷ നമുക്ക് ഏവർക്കും ഉണ്ടാകുന്നത്. കുറച്ചു നേരമായി ടൈറ്റിൽ വന്നിട്ട്. സത്യം പറഞ്ഞാൽ ടൈറ്റിൽ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. റെട്രോ എന്നാണ് ടൈറ്റിലിൻ്റെ പേര്. ഇതിനകത്ത് കാർത്തിക് സുബ്രാജില്ലേ, കാർത്തിക് സുബ്രാജും സൂര്യയും ചേർന്ന് അഭിനയിക്കുന്നു. ചേർന്നല്ല, കാർത്തിക് സുബ്രാജ്, സൂര്യ, ഈ ടീമിൻ്റെ ചിത്രം. അതുപോലെ നമ്മുടെ ജയറാമും ജോജു ഒക്കെ അഭിനയിക്കുന്ന ഒരു ചിത്രം. അതുകൊണ്ട് മലയാളികൾക്ക് എന്താ പറയുന്നത്, നമ്മുടെ സൂര്യയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ചിത്രം അമ്പേ പരാജയമായിരുന്നു തിയേറ്ററുകളിൽ. അപ്പം നമ്മുടെ നായകൻ പോയതെല്ലാം പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വേറെ തിരിച്ചുവരവിലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലേ. അപ്പം ആദ്യമേ ആ ടൈറ്റിൽ ടീസർ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ. கோபம் கம்மி பண்ணுது. என் அப்பாவோட வேலை பார்க்கறத நீயோட விடுது. அடித்தடி கட்ட பஞ்சாயத்து ரத்த கிளறி ரவுடித்தனும் எல்லாத்தையும் நொடியோட விட்டுடுது. சிரிக்க சந்தோஷமா இருக்க முயற்சி பண்ணுது. என் பொறுப்புக்கான பர்பஸ் உன் பாஷையில் சொல்லணும்னா என் தம்மம். இனி காதல், பரிசுத்த காதல். அது மட்டும்தான் கட் அண்ட் ரைட்டாக சொல்லி கொடுத்தேன். இப்போ நீ சொல்லு, கல்யாணம் பண்ணிக்கலாமாடி? അപ്പം 2 മിനിറ്റ് 16 സെക്കൻഡോളമുണ്ട്. റെട്രോ പേരുള്ള അല്ലേ. എന്താ ഇതിൻ്റെ അർത്ഥം? എന്തോ അത് ആദ്യം കേൾക്കുവാണെന്ന് തോന്നുന്നു. എന്നാലും പേര് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ആ ടൈറ്റിൽ പ്രസൻറ്റേഷൻ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഈ സൂര്യയുടെ ഒരു നേരത്തെ സൂര്യ പാക്കേജ് എന്ന് പറയല്ലേ, അതുപോലെ സൂര്യ ഇതിനകത്ത് പറയുന്ന സംഭാഷണം ശ്രദ്ധിച്ചായിരുന്നു. ഇതുപോലെ സ്നേഹത്തിന് വേണ്ടി ഞാനെല്ലാം ഉപേക്ഷിച്ചു. അതെനിക്ക് തോന്നുന്നു സൂര്യ ഒരു അടിപിടിയോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു പെണ്ണിന് വേണ്ടി, പൂജയുടെ സ്നേഹത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് വരുന്ന ഒരു കഥാപാത്രമാകാം ഒരു പക്ഷേ, എനിക്കറിയില്ല. അപ്പം എനിക്ക് തോന്നുന്നു, അങ്ങനെ തോന്നുന്നു. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് നിനക്ക് വേണ്ടി, പ്രേമത്തിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു സംഭാഷണം ഇതിനകത്ത് പറയുന്നത് തോന്നുന്നു. അതുപോലെ ജയറാമുണ്ട്. ഒരു പ്രത്യേക ജയറാമിൻ്റെ വേഷം പ്രത്യേകിച്ച് കാണാൻ പറ്റും. അതുപോലെ ജോജു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്ന ചില പ്രത്യേകതകൾ ഇങ്ങനെ. അതുപോലെ ആ സൊഫയിലൊക്കെ ഇരിക്കുന്ന ഇരിപ്പ്, സൊഫയിലാണോ കസേരയിലാണോ ലാസ്റ്റ് വന്നൊരു ഇരിപ്പുണ്ട്, മോനെ പൊളിച്ച് കേട്ടോ. ഇതൊക്കെയാണ് സൂര്യയുടെ ചിത്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ
എനിക്ക് തോന്നുന്നു ശബ്ദത്തിനൊക്കെ ഒരു വേരിയേഷനൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ സൂര്യ സ്റ്റൈലിലേക്കൊക്കെ പോയിരിക്കുന്നു, ഒരു ഗാംഭീര്യമൊക്കെ കൂടി എന്ന് തോന്നുന്നു. അപ്പം ആകെ നമ്മൾ നോക്കിക്കഴിയുമ്പം അണ്ണൻ്റെ തിരിച്ചുവരവ് നമുക്കിതിനകത്ത് പ്രതീക്ഷിക്കാം. സൂര്യ വീണ്ടും തിരിച്ചു വന്നാച്ചല്ലേ കഴിഞ്ഞ പടത്തിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ, കാരണം കഴിഞ്ഞ ചിത്രത്തിൻ്റെ ടീസറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു വൻ തിരിച്ചുവരവാണ്, വേറെ സ്റ്റൈല് ചിത്രമാണ്. ഈ ചിത്രം വരുന്നതിന് വേണ്ടി കങ്കുവ ഈ ചിത്രം വരുന്നതിന് മറ്റ് റിലീഫുകളൊക്കെ മാറ്റിവെക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ തിയേറ്ററിൽ തികഞ്ഞ ബോംബ് ഏറുകൊടക്കമായിപ്പോയി. ബോംബ് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഏറുകൊടക്കമാണ് കിട്ടിയത്. അപ്പം അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി രണ്ടും കൽപ്പിച്ചാണ്. അത് കാർത്തിക് സുബ്ബരാജ് ആയിട്ട് തീരുമ്പോൾ നമ്മൾ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കഥയും ആ രീതിയിൽ തന്നെ പറഞ്ഞു പോകാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നു. കാരണം ഇതുപോലെ ഇതിനകത്ത് ആക്ഷനും ലവ് ട്രാക്കിലൊക്കെ പോകുന്നു. അതുപോലെ സംവിധായകൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് ആക്ഷനിലൂടെ ലവ് ട്രാക്ക് പറഞ്ഞു പോകുന്ന ചിത്രം തന്നെയാണ്. എനിക്ക് തോന്നുന്നു പണ്ട് വിജയ് സൂര്യ ചിത്രങ്ങളിലൊക്കെ ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള സാധനമാണ്. ആക്ഷനും അതുപോലെ എല്ലാം എന്താ പിടിക്കാൻ വേണ്ടി ഒന്നിനെ പേടിക്കാതെ നടക്കുന്ന നായകൻ അല്ലേ, അതിലെ കുറച്ച് വില്ലന്മാർ, ആ നായകനിടയിലേക്ക് ഒരു നായിക കടന്നു വരുന്നു. ആ നായികയുടെ നായിക ഒരു പക്ഷേ ആദ്യമേ തുടങ്ങിയപ്പോൾ ഒരു കയ്യലത്തോ ചരടോ ഏതാണ് കെട്ടിക്കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാം നീ ഉപേക്ഷിക്കണം എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സത്യം ചെയ്യുന്നതാകാം. ജീവിതത്തിൻ്റെ ഒരു സമയത്ത് നായിക തന്നെ അപകടത്തിലാകുമ്പോൾ നായകൻ ഇതെല്ലാം ചരടെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഈ വില്ലന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതൊക്കെ ആകാം കഥ. ഞാൻ ഏകദേശം എനിക്ക് തോന്നി, ഇത് കണ്ടപ്പം തോന്നിയ കഥകളാണ് ഞാൻ പറഞ്ഞത്. അത് പഴയ രീതിയിലുള്ള കഥ തന്നെയാണ്. തമിഴിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ ചില സിനിമകളിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമായിരിക്കും. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലാണോ അത് ഉദ്ദേശിക്കുന്നത് അപ്പുറമാണോ എന്നുള്ളത് ചിത്രം കാണുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. നമുക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശമൊക്കെ തോന്നിയതാണ്. അവസാനം വില്ലന്മാരെ നിലം പരിശാക്കാൻ വേണ്ടി നായകൻ്റെ ഒരു വരവുണ്ട്. എനിക്കൊന്ന് ലാസ്റ്റ് രംഗമൊക്കെ അതാണ് തോന്നിക്കുന്നത്. സോഫയിലൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു എന്താ വൈബാണ് കിട്ടുന്നത് അല്ലേ. അപ്പം സൂര്യ തിരിച്ച് വന്നാച്ചി എന്ന് പറയണമെങ്കിൽ ഈ ചിത്രം തിയേറ്ററിൽ വൻ വിജയമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഒരു ചിത്രവും പരാജയപ്പെടരുത്, എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ. നമുക്ക് വിജയും സൂര്യയും ലാലേട്ടനും മമ്മൂട്ടിയും രജനീകാന്തും പഴയ പുതിയ എല്ലാ താരങ്ങളും നമ്മുടെ ഉണ്ണി മുകുന്ദനും പൃഥ്വിരാജും എല്ലാ നായകനും എല്ലാവരുടെയും പടങ്ങൾ വിജയിക്കട്ടെ, എല്ലാവരും നിലനിൽക്കട്ടെ. അപ്പം മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ തമിഴ് സിനിമയ്ക്കെല്ലാം ഇതൊരു ഊർജ്ജമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ ബൈ.